അങ്ങനെ നമ്മളൊരു ഫ്യൂ ഡേയ്സ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഫ്യൂ ഡേയ്സ് അല്ല, ഒരു 3 ഡേയ്സ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഡേയ്സ് ഇൻ മൈ വീക്ക്. അതും എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നുന്ന ഡേയ്സ് ആണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്തത്. കാരണം സിമ്പിളായിട്ട് എല്ലാ ദിവസവും ഒരുപോലെ നടക്കണ്ടല്ലോ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഗ്രോസറി റണ്ണായിരുന്നു. അത് മാർക്ക് ആൻഡ് സേവ് എന്നാണ് നമ്മൾ മേടിച്ചത്. അവിടെ മിഡ് നൈറ്റ് സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു സാറ്റർഡേ ആൻഡ് സൺഡേ അങ്ങനെ 10 മണി ടു മിഡ് നൈറ്റ് സെയിലായിരുന്നു. അങ്ങനെ നമ്മളവിടെ പോയി. ഞാൻ വിചാരിച്ചു വലിയ ആളൊന്നും ഉണ്ടാവില്ല, ലേറ്റ് ആയില്ലേന്ന്. പക്ഷേ ഒടുക്കത്താളായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. ഫിഷിനൊക്കെ അത്യാവശ്യം നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. 20 ദിറംസ് ഫോർ 1 kg അല്ല 2 kg പ്രൗൺസ്. അങ്ങനെ എല്ലാത്തിലും ഓഫേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ അത്യാവശ്യം A to Z എടുക്കേണ്ട, കാരണം മന്ത്ലി ടൈം ആയിരുന്നു A to Z. അപ്പോൾ നമ്മൾ കൊഞ്ചെടുത്തു, മുട്ട എടുത്തു, ചായപ്പൊടി, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് എടുത്തു, പച്ചക്കറി എടുത്തു, ഓട്സ് എടുത്തു, ദോശ ഇഡ്ഡലി എടുത്തു. ബ്രെഡ് നമ്മൾ ഒരു സമയത്ത് അടുപ്പിച്ച് കഴിച്ചിട്ട് നിർത്തിയതാട്ടോ. പിന്നെ ഞാൻ ചെടിയിലെ ഓഫേഴ്സൊക്കെ പോയി നോക്കി. പക്ഷെ എനിക്കത് അത്ര വലിയ ഓഫേഴ്സ് ഉള്ളതായിട്ട് ചെടിയിൽ തോന്നിയില്ല. അതുകൊണ്ട് നമ്മൾ എടുത്തില്ല. പിന്നെ നമ്മൾ തൈര് എടുത്തു. ഈ തൈര്, മുട്ട നമ്മൾ എപ്പോഴും എടുക്കുന്ന 2 ഐറ്റംസാണ്. പിന്നെ നമുക്ക് ബെഡ്ഷീറ്റ് നോക്കണമായിരുന്നു. ഇതായിരുന്നു അവിടുത്തെ തെള്ള്. നമുക്ക് എങ്ങനെയോ പെട്ടെന്ന് ബില്ലടിക്കാൻ പറ്റി. എവിടെയോ കയറി നിന്ന് നമ്മൾ പെട്ടെന്ന് ബില്ലടിച്ചു. പക്ഷേ ഈവെന്തോ ഒരു 11-12 മണിയോടടുത്തു കേട്ടോ നമ്മൾ ബില്ലടിക്കാൻ വന്നപ്പോൾ. അപ്പോഴും അവിടെ ഒടുക്കത്തെ തള്ളായിരുന്നു. ഓഫേഴ്സ് അത്രയും നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു ഇലക്ട്രോണിക്സിലും അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സംഹൗ അടിച്ചിട്ട് ഇറങ്ങി. അപ്പോഴത്തേക്ക് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ആൾ കാറ് കൊണ്ടുവന്നു. പിന്നെ ഇപ്പോൾ കറക്റ്റ് ഒരു 12 മണിയായിട്ടോ. ഞാൻ വാച്ചിൽ നോക്കിയപ്പം എൻ്റെ മുടി കണ്ടില്ലേ, അത് കിളിക്കാത്തതുകൊണ്ട് ആകെ അലങ്കോലമായി ഇരിക്കുകയാണിപ്പോൾ. അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തു. അത്രയ്ക്ക് ആളുണ്ടായിരുന്നു. നമുക്ക് ആ പാർക്കിംഗ് ഏരിയ കണ്ടറിയാം. നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ. ഫിഷിലും ചിക്കൻ അതുപോലെ വെജീസിലൊക്കെ അത്യാവശ്യം നല്ല ഓഫർ ഉണ്ടായിരുന്നു. അതിന് അത്രയ്ക്ക് ആളുണ്ട്. 10 to 12 10 PM മിഡ് നൈറ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 days ആണ് ഉള്ളത്, സാറ്റർഡേ ആൻഡ് സൺഡേ. വീക്കെൻഡ് മിഡ് നൈറ്റ് സെയിൽ. പക്ഷെ ഫ്രഷ് ആയിട്ട് ആലു പറാത്ത അങ്ങനത്തെയൊക്കെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. ആൻഡ് ഞാൻ പക്ഷേ ഹെയർ ടൂൾസ് ഒക്കെ ഒന്ന് പോയി നോക്കി. അതൊന്നും അത്ര ഇതില്ല. പക്ഷെ സൈക്കിൾസ് അതിനൊക്കെ നല്ല ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട്. ഇലക്ട്രിക്കൽസിന് ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട്. ചെടിക്ക് പ്രത്യേകിച്ച് ഒരു ഓഫർ ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ഞാൻ ചെടി പോയി നോക്കിയായിരുന്നു, മണി പ്ലാന്റ്സ് വല്ലതും മേടിക്കാം. പക്ഷേ അതിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ചെടിക്കൊക്കെ. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇനി നമ്മൾ വീട്ടിൽ പോകും, ഫുഡ് കഴിക്കും, കിടന്നുറങ്ങും. ഓക്കെ, വെൽക്കം ടു അനദർ ഡേ. ഇത് വേറൊരു ദിവസം സംഭവിച്ച കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മുടി അത്യാവശ്യം നല്ലപോലെ ഇരിക്കാൻ വേണ്ടി ഞാനൊരു ഇലക്ട്രിക് ബ്രഷ് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓഫറിൽ കിട്ടിയപ്പോൾ ഞാൻ ഈ ഒരു അവലോണിൻ്റെ ബ്രഷ്, എന്ത് ബ്രഷാണ്, ഹോട്ട് എയർ ബ്രഷ് ഞാൻ മേടിച്ചു. ആൻഡ് അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള ഒന്നാണ്. 1 step ഹയർ, അതായത് ഹെയർ ഡ്രയറും ഉണ്ട്, അതുപോലെ നമുക്ക് ഇങ്ങനെ വോളിമൈസറും ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടാം, ലൈക്ക് ഹൗ ഐ സെറ്റ് മൈ ഹെയർ. ഞാനിത് കഴിഞ്ഞതിന് ശേഷം യൂസ് ചെയ്തൊക്കെ നോക്കി. ഇറ്റ് വാസ് സോ ഗുഡ്. അത്യാവശ്യം നമുക്ക് നമ്മുടെ കയ്യിൽ വേണ്ട ഒന്നാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേറൊരു ദിവസമാണ് ഇത്. ഇന്നെന്ന് വെച്ചാൽ നമ്മൾ ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാളിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോകാനുള്ള കാരണം, നമുക്ക് നാട്ടിൽ നിന്ന് വന്നൊരു പാക്കേജ് നമുക്ക് എടുക്കണമായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് നമ്മൾ കറക്കിയ ഒരു പാക്കേജാണ് റാമെക്സിൻ്റെ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അബായാസൊക്കെ കണ്ടു കേട്ടോ. എല്ലാം 200 ദിറംസ് എബോ ആണ്. പക്ഷെ ചിലതൊക്കെ കാണാൻ നല്ല ആയിട്ടുള്ള കളേഴ്സും പ്രിൻസും ആയിരുന്നു. അങ്ങനെ അറാമിക്സ് വന്ന് വെയിറ്റ് ചെയ്തു. അവിടെ പാക്കേജ് വന്നിട്ടുണ്ട്. അങ്ങനെ പാക്കേജ് എടുത്ത് തിരിച്ച് വന്നപ്പോൾ ഞാൻ ഈ ക്രോഷ്യ അല്ലേ, ഇത് ക്രോഷ്യ ആണോ, ഇങ്ങനെ കുറേ ഏരിയ കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടെ ക്ലാസ്സസ് ഒക്കെ ഉണ്ട് കേട്ടോ, ബർത്ത്ഡേ പാർട്ടീസ് അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരാൾക്ക് എന്ത് കഴിക്കണം, ഒരാൾക്ക് അവിൽ മിൽക്ക് കുടിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊരു ഐസ്ക്രീമും കഴിക്കാമെന്ന്. അങ്ങനെ നമ്മൾ മോസി എന്നാണ് അതിൻ്റെ പേരെന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ കയറി. അവിടെ ഫുള്ളൊരു യെല്ലോ വൈബാണ്, ബനാന വൈബിൻ്റെ. കാരണം അവിൽ മിൽക്കാണല്ലോ അവിടുത്തെ ഫേമസ്. അപ്പോൾ അവിൽ മിൽക്കിൽ ബനാന ഉണ്ടല്ലോ. അങ്ങനെ നമ്മളൊരു മട്ക കുൽഫിയും ഫലൂദ ഓർഡർ ചെയ്തു. ആൻഡ് അവൻ ഓർഡർ ചെയ്തു ഒരു സ്പെഷ്യൽ ബൂസ്റ്റ് അവിൽ മിൽക്ക് ഓർഡർ ചെയ്തു. അങ്ങനെ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരുന്നു. മട്ക കുൽഫി എത്തി, പിന്നെ അവിൽ മിൽക്കും എത്തി. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ച് പയ്യെ, ഇപ്പോഴും സമയം ഒരു 11-12 മണിയൊക്കെ ആയി.
എന്നിട്ട് ഫുൾ ഓണാണ്, അവിടെ അത്രയും ഷോപ്പുണ്ട്. എന്നിട്ട് നമ്മൾ പയ്യെ ഫുഡ് കഴിച്ചു. ആൻഡ് എനിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല, ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് കോമൺ ഫലൂദ, ഫ്രൂട്ട്സ് മിക്സ്, വെർമിസെല്ലി ആൻഡ് ഐസ്ക്രീം, ആൻഡ് ഐ എം നോട്ട് എ ഗ്രേറ്റ് ഫാൻ ഓഫ് ദാറ്റ് ഓൾ. അപ്പോൾ നമ്മൾ കുടിച്ചിട്ട് പയ്യെ അവിടുന്ന് ഇറങ്ങി. നമ്മളൊരു ചെറിയ വ്ളോഗായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ.